എണ്ണയിലൊന്നും പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് ആവിയിൽ തന്നെ വേവിച്ചെടുക്കാം. ഇഷ്ടമായ ലൈക്കും കൂടെ ചെയ്തേക്കണേ. ഇതിനായിട്ടൊരു പാത്രത്തിലോട്ട് 1/4 കപ്പ് അരിപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും 1 തണ്ട് മല്ലിയിലയും 1 സ്പൂണ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. 1/4 കപ്പ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ. ആ സമയം കൊണ്ട് ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് 1/4 കപ്പ് സവാളയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. 1 പച്ചമുളകും 1 തണ്ട് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ സവാള ഒന്ന് വാട്ടിയെടുക്കുക. 1 പീസ് തക്കാളിയും കൂടെ ഇതിലോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും, പിന്നെ 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതും കൂടെ ഇതിലോട്ട് ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ മാവ് ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്തെടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ചപ്പാത്തിക്ക് ബോൾസ് ആക്കിയതിനെക്കാട്ടിലും കുറച്ചും കൂടി വലുപ്പത്തിലാക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഉൾഭാഗത്ത് ഫില്ലിങ് വെച്ചെടുത്തതിന് ശേഷം വീണ്ടും ബോളാക്കിയിട്ട് ഇതേപോലെ ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കുക. ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഓരോന്നായിട്ട് വെച്ചെടുക്കുക. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 15 മിനിറ്റ് സമയം ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. പാനിൽ കുറച്ച് നെയ്യാക്കി എടുത്തതിന് ശേഷം 2 ഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.